പൂർവ്വം ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ കൺവെൻഷന്റെ ഉദ്ഘാടകൻ നേരത്തെ പറഞ്ഞു CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് M. സ്വരാജാണ്. സഖാവ് സ്വരാജ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. സഖാവ് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ AIYF സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് PM നിസാമുദ്ദീൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിസാമുദ്ദീനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ NCP കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് PD ജോൺസൺ ഇവിടെയുണ്ട്. സഖാവിനെ സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ PK ജലീൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ജലീലിനെ ഞാൻ സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ CPIM കളമശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും മണ്ഡലം കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് VS അക്കീർ ഹുസൈൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സഖാവിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ CPIയുടെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഇസ്മായിൽ ഇവിടെയുണ്ട്. ഇസ്മായിലിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കളമശ്ശേരി മുനിസിപ്പൽ കൗൺസിലർ, ചങ്ങമ്പുഴ നഗറിലെ കൗൺസിലർ ശ്രീ വിനോദ് നെൽസൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിനോദ് നെൽസനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ബൂത്ത് പ്രദേശത്തു നിന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ലോക്കൽ കമ്മിറ്റിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ ബൂത്ത് അതിർത്തിയിലെ ബൂത്ത് സെക്രട്ടറിമാരടക്കമുള്ള പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളുണ്ട്. മാത്രം വ്യത്യാസപ്പെട്ടിട്ടുണ്ടെന്ന് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കിയ പദ്ധതികള് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമാദരണീയരായ നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് 9 ലോക്കൽ കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. എല്ലായിടത്തും പോവുകയും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് ഈ മുന്നണിയുടെ മാത്രം ആവശ്യമല്ല, കേരളത്തിന്റെ പൊതുവായ ആവശ്യമാണ്. കഴിഞ്ഞ 10 വർഷം ചരിത്രപരമായ മാറ്റങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത്. 10 വർഷവും ഒരു വർഗീയ കലാപം പോലും നടക്കാത്ത ഇന്ത്യയിലെ അത്യപൂർവ പ്രദേശങ്ങളിലൊന്നാണ് കേരളം. അങ്ങനെ കേരളത്തിന് മാറാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റ് എല്ലാ വർഗീയതയോടും ഒരേപോലെ തന്നെ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ കേരളം ഇന്ത്യയിൽ ഏറ്റവും കരുത്തുള്ള ഒരു പ്രതീകമായി വളർന്നത് ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെയാണ്. അപൂർവമെന്ന് കരുതാവുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞു. അതാകെ തുടരേണ്ടത് ഈ നാടിന്റെ പൊതു ആവശ്യമാണ്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം കളമശ്ശേരി മണ്ഡലസ്ഥാനങ്ങൾ പനട്ടൂണിയുടെ വാർത്ത വരുന്നത് ബിനാനി സിംഗിന്റെ ഭൂമിയിൽ. അങ്ങനെ വ്യവസായ മേഖലയിലെ പുതിയ സംവിധാനങ്ങൾ തൊഴിലുറപ്പുവരുത്താൻ SC വിഭാഗത്തിനും ST വിഭാഗത്തിനും പെട്ടവർക്ക് വർക്ക് നിയർ ഹോം, വർക്ക് സ്റ്റേഷനുകൾ, അവരെ തൊഴിൽ പരിശീലിപ്പിച്ചുകൊണ്ട് വീടിനകം അടുത്ത് തന്നെ തൊഴിൽ ചെയ്യാവുന്ന സംവിധാനങ്ങൾ, കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷിക്കൊപ്പം കളമശ്ശേരി 1000 ഏക്കറിലധികം തരിശു കിടന്ന സ്ഥലം നെൽകൃഷിയിലേക്ക് കൊണ്ടുവരാനും 1200 ഏക്കർ പച്ചക്കറി കൃഷിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിരവധി കൂണിന്റെയും കൂവയുടെയും കായയുടെയും കപ്പയുടെയും ചക്കയുടെയും ഒക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആലങ്ങാടൻ ശർക്കര വിപണിയിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതിനോടനുബന്ധമായ ടൂറിസം പദ്ധതികൾ, സർക്യൂട്ട് ടൂറിസം, തൃക്കാക്കര ക്ഷേത്രത്തിൽ അതിനാവശ്യമായ സൗകര്യങ്ങൾ, പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ, തിരുവാലൂർ അത് ക്ഷേത്രം, ചെമ്പോലക്കളരി, കാവ്, സെന്റ് മേരീസ് പള്ളി, കുന്നീർ പള്ളി, ജുമാ മസ്ജിദ്, ഇതെല്ലാം ചേർത്തിണക്കിക്കൊണ്ടുള്ള സർക്യൂട്ട് ടൂറിസം,
തടിക്കക്കരയിലെ ടൂറിസം, ഏലൂർ ഫെറിയുമായി ബന്ധപ്പെട്ട പുതിയ രൂപത്തിലുള്ള ടൂറിസത്തിന്റെ സാധ്യതകൾ, ഇതെല്ലാം ഇതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അങ്ങനെ എല്ലാ മേഖലയ്ക്കകത്തും മാറ്റങ്ങൾ വരുത്തുന്ന വികസന പ്രവർത്തനങ്ങൾ. എടപ്പള്ളി മുതൽ അങ്ങോട്ട് പോകുന്ന റോഡിൽ മുണ്ടൻപാലം മുതൽ വെള്ളത്തോൾ നഗർ വരെ അങ്ങോട്ട് എത്ര വീതി വേണമെന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല 10 വർഷം. ആലുവാലങ്ങാട് റോഡ് എത്ര വീതിയാക്കണമെന്ന് തർക്കം മൂലം തീരുമാനിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മുട്ടാർ മഞ്ഞൂമൽ റോഡ് വീതി എത്രയെന്ന് തീരുമാനിക്കാൻ 10 വർഷം കൊണ്ട് കഴിഞ്ഞിരുന്നില്ല. ഈ 3 റോഡുകളും വിദഗ്ധ കമ്മിറ്റി പരിശോധിച്ച് എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്ത് അതിന്റെ വീതി നിശ്ചയിച്ച് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് ഇറക്കുകയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് 2003 നിലച്ചു പോയതാണ്. ഇപ്പോ എല്ലാ കുറിപ്പിടിച്ചു. കേന്ദ്രത്തിൽ 8 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു. ഇവിടത്തെ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. ഒരു തരി മണ്ണ് HMTയുടെ NADയുടെ കിട്ടിയില്ല. ഇപ്പൊ ആ സ്ഥലം ലഭിച്ചു. അതിന് ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. അതിനുശേഷമുള്ളത് നമ്മുടെ മണ്ഡലത്തിൽ അല്ലെങ്കിലും കിഫ്ബി പദ്ധതിയിൽ 550 കോടിയോളം ചെലവഴിച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ചു. അത് മുന്നോട്ട് പോവുകയാണ്. 1000 കോടിയുടെ ഭരണാനുമതിയാണ് ഇപ്പോൾ ജുഡീഷ്യൽ സിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ വിശദാംശങ്ങളിലേക്ക് പോകുമില്ല. അപ്പോൾ സമസ്ത തലങ്ങളിലും മാറ്റമുണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ചിലത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു, ചിലതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു, ചിലതിന് ഭരണാനുമതി കിട്ടി. അത് നമുക്ക് തുടരാൻ കഴിയണം. കളമശ്ശേരി കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയാണ്. വാട്ടർ മെട്രോ ഈ പേരൂരിലേക്ക് വന്നു. ആലങ്ങാട് ഉൾപ്പെടെ പ്രദേശങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. എടപ്പള്ളി കനാൽ 546 കോടിയുടെ കനാൽ റിജുവിനേഷൻ പദ്ധതിയുടെ ഭാഗമായി അതിമനോഹരമായി ആഴം കൂട്ടി, വീതി കൂട്ടി, ബോട്ട് സർവീസ് നടത്തി ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന നടപ്പാതകളും സൗകര്യങ്ങളുള്ള പദ്ധതിയായിട്ട് അംഗീകരിച്ചു. KMRL അതിന്റെ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞു. ചെറുതൊന്നും നടന്നത് പൂർത്തീകരിച്ചില്ലല്ലോ. വൻകിട പദ്ധതികൾ 8 ദിവസം ശേഷം 1 സെന്റ് എടുക്കണമോ 1000 ഏക്കർ എടുക്കണമെങ്കിലും ഒരേപോലെയുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തീകരിക്കാനുള്ളത്. അത്തരം നടപടിക്രമങ്ങളെല്ലാം മുന്നോട്ട് പോയി. കളമശ്ശേരിയുടെ സമഗ്രമായ വികസനം, ലൈബ്രറികൾ വികസിപ്പിക്കുക സാധാരണ MLAയുടെ കാഴ്ചപ്പാടിൽ വരുന്നതല്ല. ഇവിടെ തന്നെ നോക്കൂ, തോമസ് മാത്യു സാറിന്റെ പേരിൽ അവിടെ, ലീലാവതി ടീച്ചറുടെ പേരിൽ ഇവിടെ പുസ്തക കോർണറുകൾ, എല്ലാ ലൈബ്രറികളും കമ്പ്യൂട്ടർ സൗകര്യങ്ങൾ, ആധുനികവൽക്കരിക്കുന്ന ലൈബ്രറികൾ, അങ്ങനെ ചേർത്ത് പിടിച്ചുള്ള ഒപ്പം ആ പദ്ധതിയാണ് നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതേവരെയുള്ള യാത്രയിൽ നിങ്ങൾ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു. ഇനിയും നമുക്ക് ഈ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെല്ലാവരും ഒപ്പം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം വിനിയോഗിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് നമ്മുടെ മുൻപിലുള്ളത്. എല്ലാ വീടുകളിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ കഴിയണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചുറ്റിക്കാരിവാൾ നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാവരും രംഗത്തിറങ്ങണമെന്നും വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി സംസാരിക്കാൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്ന ശ്രീ ജലീൽ ഇപ്പോൾ കടന്നു വരാൻ തയ്യാറായിട്ടുള്ളത്. ആ ഒരു രാഷ്ട്രീയ സാഹചര്യം കളമശ്ശേരി പോലുള്ളൊരു മണ്ഡലത്തിൽ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു മണ്ഡലത്തിൽ അതിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഒന്ന് സൂചിപ്പിച്ചതാണ്. 2 കാര്യങ്ങൾ ആണ് അത്. നമുക്ക് ഇവിടെ കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് തെറ്റായ ചില സൂചനകൾ നൽകുന്നുണ്ട്. അവര് നൽകുന്ന സൂചനകൾ തികച്ചും വർഗീയമായ സൂചനകളാണ്. കളമശ്ശേരി എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ്, തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ്, വ്യവസായങ്ങളുടെയും കച്ചവടത്തിന്റെയും മണ്ണാണ്. ഇവിടെ ഒരു വർഗീയമായ രാഷ്ട്രീയത്തെ ധ്രുവീകരിച്ചെടുക്കാനും കച്ചവട രാഷ്ട്രീയത്തെ സ്ഥാപിക്കാനും വേണ്ടിയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി എതിർക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത്. അത് ഉപയോഗപ്പെടുത്തണം. അതാണ് സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, സഖാവ് രാജീവന്റെ പൊതു പര്യടന പരിപാടി നാളെ രാവിലെ കുന്നുകരയിൽ നിന്നും ആരംഭിക്കുന്ന പര്യടന പരിപാടി മറ്റന്നാൾ 27-ാം തീയതി നമ്മുടെ പ്രദേശത്ത് എത്തിച്ചേരും. 27-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ഇടപ്പള്ളി ടോൾ ഗേറ്റിൽ നിന്നും ആരംഭിക്കുന്ന പര്യടനം ഈ പ്രദേശത്താകെ എത്തി മണ്ണോപ്പള്ളി കോളനിയിൽ വിപുലമായ പരിപാടിയോട് സമാപിക്കുകയാണ്. അപ്പോൾ 27-ാം തീയതിയുള്ള പരിപാടിയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. മറ്റൊന്ന്, നമ്മുടെ കളമശ്ശേരി മണ്ഡലത്തിന്റെ
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഉച്ചസ്ഥായിയിൽ ഏറ്റവും വലിയ ഒരു പീക്കായ പ്രവർത്തനത്തിന്റെ ഭാഗമായി നാളെ നീറിക്കോട് ഈ കളമശ്ശേരി മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമായ ആലങ്ങാട് പഞ്ചായത്തിലെ നീറിക്കോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരണീയ നേതാവ് സഖാവ് പിണറായി വിജയൻ നാളെ വൈകിട്ട് 6 മണിക്ക് നീറിക്കോട് പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. ആ യോഗത്തിലും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പങ്കെടുക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ച് ഇവിടെ AIYF സംസ്ഥാന നേതാവ് പ്രസംഗിക്കാനുണ്ട്. അധ്യക്ഷൻ നിർത്തിക്കൊണ്ട് ഞാൻ ഇടപെട്ടത് ഇത്രയും കാര്യം ഈ ഇരിക്കുന്നവർ ബോധ്യപ്പെടാൻ വേണ്ടിയാണ്.